100 മാനുഫാക്ചറിംഗ് ബിസിനസ് ആശയങ്ങൾ 39ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഐഡിയ നമ്മുടെ മെറ്റൽ കട്ടിംഗ് വീൽ മാനുഫാക്ചറിംഗ് ആണ്. നമുക്കറിയാം കൺസ്ട്രക്ഷനും ഫാബ്രിക്കേഷനും ഒക്കെ ഹൈലി ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഹൈലി ഡിമാൻഡിൽ ഹോട്ട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ മെറ്റൽ കട്ടിംഗ് വീൽ എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോഡക്റ്റ് കൂടുതലും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ലോക്കലി മാനുഫാക്ചർ ചെയ്ത് നമുക്ക് നമ്മുടേതായ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തുകൂടാ? അപ്പോൾ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ 5 മുതൽ 15 ലക്ഷം രൂപ വരെ മതി എന്നുള്ളതാണ്. ഒരു സ്മോൾ സ്കെയിൽ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. വീഡിയോ ഫുൾ മുഴുവനായിട്ട് കൂടുതലായിട്ട് അറിയാം. അപ്പോൾ അതിന് വേണ്ട മെഷീനറീസും ടൂൾസും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വേണ്ട നമുക്കൊരു മിക്സറാണ്, രണ്ടാമതൊരു ഹൈഡ്രോളിക് പ്രസ്, പിന്നെ ഒരു ഓവൻ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ വീലിന് വേണ്ടിയിട്ടുള്ള പല സൈസുകളിലും മൗൾഡുകൾ വേണം നമുക്ക്. ഈ മെഷീനുകളെല്ലാം തന്നെ നമുക്ക് ലോക്കൽ സപ്ലൈസിന്റെ അടുത്തോ അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട് ഇന്ത്യ പോലുള്ള വെബ്സൈറ്റുകളിലേക്ക് നമുക്ക് സോഴ്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അബ്രസീവ് പൗഡർ, പിന്നെ വേണ്ടത് റെസിൻ, പിന്നെ വേണ്ടത് ഫൈബർ ഗ്ലാസ് നെറ്റ്. ഈ 3 ആയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് ഇതുപോലത്തെ ലോക്കൽ സപ്ലൈസ് അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട് ഇന്ത്യ വഴി നമുക്ക് സോഴ്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ പ്രൊഡക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 സ്റ്റെപ്പ് പ്രൊഡക്ഷനാണ് ഇതിന് ബേസിക് ആയിട്ടുള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ ഈ പൗഡർ എന്ന് വെച്ചാൽ റെസിനുമായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ അത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മളത് നമ്മുടെ മൗൾഡിൽ വെച്ചിട്ട് ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ചിട്ട് നമ്മൾ മൗൾഡ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അത് ഈ ഫൈബർ നെറ്റിൽ ഫിക്സ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തതിന് ശേഷം ഫിനിഷിംഗ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് റെഡി ഫോർ സെയിൽ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മാർക്കറ്റിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ലോക്കൽ ഹാർഡ്വെയർ ഷോപ്പുകൾ നമ്മൾ ഡെലിവറി വാൻസ് യൂസ് ചെയ്താണ് നമുക്ക് സെയിൽ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഹോൾസെയിൽ ഈ ടൂൾസ് ഡീലേഴ്സിനായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക്, ഹെവി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് നമുക്ക് ഹൈലി ആയിട്ട് ഇത് സെയിൽ ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് വഴി നമുക്ക് ഇതിന് ബൾക്ക് ഓർഡേഴ്സ് ഓൺലൈൻ വഴി നമുക്ക് നേടാം. പിന്നെ നമുക്ക്